ആദ്യം പട്ടികജാതി പട്ടികവർഗം ഉൾപ്പെടെയുള്ള ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ജനതയുടെ ദാരിദ്ര്യമാണ് അവസാനിപ്പിക്കാൻ ആദ്യമായിട്ട് മുൻകൈയെടുക്കുക എന്ന് ഈ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം സമൂഹത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗമാണ് അരികുവൽക്കരിക്കപ്പെട്ടവർ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന ഇന്ത്യയിലെ ഒരു ജനവിഭാഗം. ആ ജനവിഭാഗത്തേക്കാൾ എത്രയോ മുമ്പിൽ എത്തിയിട്ടുള്ള ഒരു ജനതയാണ് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗം. അപ്പോൾ അവരെ ദാരിദ്ര്യമുക്തമാക്കുക എന്നത് മാനിഫെസ്റ്റോയിൽ വ്യക്തമായും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അങ്ങനെ സ്വാഭാവികമായും ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ജനതയുടെ ദാരിദ്ര്യം അവസാനിപ്പിക്കുന്നതോടുകൂടി ദാരിദ്ര്യം അവസാനിപ്പിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ്പ നമ്മൾ കടക്കുകയാണ്. അത് 5 വർഷം കൊണ്ട് ആ കടമ നിർവഹിക്കും എന്നാണിപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യം കൂടി അവസാനിപ്പിക്കത്തക്ക രീതിയിലുള്ള ഫലപ്രദമായ ഇടപെടൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തന്നെയാണ് അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും ശ്രദ്ധേയമായ പ്രവൃത്തി നിർവഹിച്ചിട്ടുള്ളത്. തുടർന്ന് അങ്ങോട്ട് പട്ടികജാതി പട്ടികവർഗം ഉൾപ്പെടെയുള്ള ഏറ്റവും ദരിദ്ര ജനവിഭാഗങ്ങൾ, അരികുവൽക്കരിക്കപ്പെട്ടവർ എന്നൊക്കെ നിങ്ങളുടെ പത്രഭാഷയിൽ പറയുന്ന ആ ജനവിഭാഗങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി, ദാരിദ്ര്യം തന്നെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഉള്ള ശ്രമം വരുന്ന 5 വർഷക്കാലം കൊണ്ട് നമ്മൾ നേടും, അത് കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ പറയുന്ന മാനിഫെസ്റ്റോ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. പറഞ്ഞിട്ടുണ്ട്. കാരണം ഗവൺമെൻറ് കേരളത്തിൻ്റെ മലയോര മേഖലയിൽ ഏറ്റവും ഗൗരവമുള്ളൊരു പ്രശ്നം വന്യജീവി മനുഷ്യ സംഘർഷത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. ആ പ്രശ്നത്തിൽ ഫലപ്രദമായ ഒരു ഇടപെടലാണ് ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിലെ ഗവൺമെൻറ് ഒരു നിയമനിർമ്മാണത്തിലൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മുമ്പോട്ടേക്ക് പോകാൻ ശ്രമിച്ചത്. പക്ഷേ ആ നിയമം നിർമ്മിച്ചുവെങ്കിലും ആ നിയമം ഗവർണർ അംഗീകരിക്കപ്പെടുന്ന നിലയിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ള കാര്യം പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട്. അതിനു വേണ്ടിയുള്ള ശ്രമം ഇനിയും തുടരുക തന്നെ ചെയ്യും. അപ്പോൾ ഈ സംബന്ധിച്ച് ഇതാണല്ലോ പറയാനുള്ളത്. എല്ലാം പ്രകടന കൃത്യമായിട്ട് നിങ്ങൾക്ക് മാനിഫെസ്റ്റോ നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്, നിങ്ങൾക്ക് വായിച്ചു നോക്കി നന്നായിട്ട് കൊടുത്ത ഇനിയുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കൈകാര്യം ചെയ്തിട്ടുള്ളത് SIRുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ SIRൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ ചേർത്ത് അതികഠിനമായ ജോലിഭാരം കൈകാര്യം ചെയ്യേണ്ടെന്ന് വരുന്ന പ്രത്യേക സാഹചര്യത്തെപ്പറ്റി നേരത്തെ വിളിച്ചു ചേർത്ത എല്ലാ പാർട്ടികളുടെയും സംയുക്ത യോഗത്തിൽ കൃത്യമായിട്ട് അവതരിപ്പിച്ചതാണ്. അവസാനം BJPക്കാർ കൂടി, ആദ്യം അവരായിരുന്നു എതിർത്ത നിലപാട് സ്വീകരിച്ചത്, പിന്നീട് അവർ അംഗീകരിച്ചു, മാറ്റിവെക്കുന്നതാണ് നല്ലത് എന്ന്. പക്ഷേ ഒരു മാറ്റവും ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ഒരു പ്രശ്നം. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ 18 വയസ്സ് പൂർത്തിയായ ഒരാളുടെയും വോട്ടവകാശം ഇല്ലാതാക്കാൻ സാധ്യതയുള്ള ഒരു നിലപാടും സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് കൈകാര്യം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. നിയമയുദ്ധം നടന്നു വരികയാണ്. ഗവൺമെൻറ് സുപ്രീം കോടതിയിലേക്ക് പോകുന്നു, പാർട്ടികൾ സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. ആദ്യത്തെ സർവകക്ഷി യോഗത്തിൽ തന്നെ ആ കാര്യം ഇലക്ഷൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ളവരോട് ചൂണ്ടിക്കാണിച്ചതാണ്. എന്നിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മാറ്റവും വരുത്താൻ തയ്യാറില്ലാതെ ഈ സാഹചര്യത്തിൽ നിയമയുദ്ധം അതിൻ്റെ വഴിയിൽ നടക്കുമ്പോൾ തന്നെ പ്രായോഗിക തലത്തിൽ വോട്ടർമാരെ ചേർക്കുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടൽ നടത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഇന്ന് ഞങ്ങൾ കണ്ടിട്ടുള്ളത്.